ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ. ഈ സെക്കൻഡ് ബ്ലൂമിങ്ങിൽ ബൊഗൈൻവില്ല പ്ലാന്റ്സ് നിറഞ്ഞു പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ വളങ്ങൾ കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ നമ്മുടെ ചെടി ബുഷായിട്ട് വളരാൻ വേണ്ടി നിറഞ്ഞു പൂക്കാനും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. കൂടാതെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സൊക്കെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഹൈബ്രിഡിൻ്റെ റെയർ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ മഴയൊക്കെ പെയ്ത് നമ്മുടെ പൂക്കളൊക്കെ കുറേ കളറൊക്കെ മങ്ങിയെങ്കിലും കുറച്ച് പൊഴിഞ്ഞൊക്കെ പോയി, എന്നാലും കുറച്ചൊക്കെ നന്നായിട്ട് അതൊക്കെ നിൽപ്പുണ്ടേ. കണ്ടില്ലേ നമ്മുടെ കിങ് ഓറഞ്ചൊക്കെ, എന്നിട്ടും പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട്, എന്നാലും നല്ല കളറാണ്. ഇതിലും കളറായിരുന്നേ, മഴ പെയ്തപ്പോൾ കുറച്ച് കളറൊന്ന് മങ്ങി. പിന്നെ മഹാറായുടെ പ്ലാന്റ്സുകളെ ഇതെല്ലാം ഒന്നിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ. നമ്മുടെ സിംഗപ്പൂർ പിങ്ക് കണ്ടോ, നല്ല ഭംഗിയുള്ള കളറാണ്. അതിൻ്റെ ഇലകൾ കണ്ടില്ലേ, ഡാർക്ക് ഗ്രീനാണേ. അതുപോലെ റൂബി റെഡ്, അതൊക്കെ ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ്. ഇത് ഹാങ്ങിങ് ബോട്ടിലാണേ. ഈ ചെടികളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ബുഷാക്കിയൊക്കെ എടുത്താൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റുമേ. ആ രീതിയിൽ നമ്മൾ ആ ചെടിയെ ഒന്ന് ആക്കിയെടുക്കണേ. അതുപോലെ ബ്രിസ പീച്ച് കണ്ടോ, അതും ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താൻ നല്ല ബെസ്റ്റ് പ്ലാന്റ് ആണേ. ഗോൾഡൻ ഇല കണ്ടോ, ഇതിൻ്റെ ഒരു വലിയ പ്ലാന്റ് ആണേ, നല്ല ഭംഗിയാണ്, നിറഞ്ഞു പൂക്കുന്നതാണ്. ഇല കാണാനേ ഇല്ല കണ്ടോ. അതുപോലെ തന്നെയാണ് സിംഗപ്പൂർ പിങ്കും. അപ്പം ഇതിൻ്റെയൊക്കെ തൈകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഗോൾഡൻ യെല്ലോയുടെ ഉണ്ട്, അതുപോലെ സിംഗപ്പൂർ പിങ്കിൻ്റെ ഉണ്ട്, റൂബി റെഡിൻ്റെ ഉണ്ട്, അതുപോലെ ബ്രിസാഡേ ഉണ്ട്. ഇതിൻ്റെയൊക്കെ തൈകളുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് കണ്ടോ ചില്ലിയാണേ, ചില്ലി റെഡ്, എന്ത് ഭംഗിയുള്ള കളറാന്ന് നോക്കി. ഇതൊക്കെ വലിയ പോട്ടിലിരിക്കുന്ന പ്ലാന്റ്സുകളാണ് കണ്ടോ, ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതുണ്ടോ, ഇത് പൂനെ വൈറ്റ് ആണേ. നമുക്കറിയാം പൂനെ വൈറ്റ് നല്ല നിറഞ്ഞു പൂക്കുന്ന ചെടിയാണ്. അതുപോലെ തന്നെ അത് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. അതിനെ നല്ല ബുഷാക്കിയൊക്കെ എടുത്താൽ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇല കാണാത്തതുപോലെ പൂവിടുന്നതാണേ. നോക്കി, ഇത് കണ്ടില്ലേ, കണ്ടോ, ഇത് ഹാങ്ങിങ് ബോട്ടിലാണ് ഇരിക്കുന്നത്. ഞാൻ അതിനെ എടുത്ത് താത്ത് വെച്ചതാണേ. അതുപോലെ നമ്മുടെ കയ്യിൽ ചില്ലി യെല്ലോ ഉണ്ട് കണ്ടോ, ചില്ലിയുടെ യെല്ലോ കണ്ടോ. അതുപോലെ ചില്ലിയുടെ പിങ്ക് ആണേ, നിറഞ്ഞു പൂക്കുന്നതാണ്, നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. സൂപ്പർ പ്ലാന്റ്സുകളാണേ. ഇതൊക്കെ റെയർ വെറൈറ്റിയാണ്, നമുക്ക് കിട്ടാനില്ല ഇത്. അതുപോലെ ഫൈറോപ്പാൽ വൈറ്റ് ഉണ്ട്, നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കി. ഇല കാണാത്തതുപോലെ പൂടുന്നതാണ്, ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. ഇതൊക്കെ കുറച്ചേ നമ്മുടെ കയ്യിലുള്ളൂ. നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് തരാൻ പറ്റും. അതുപോലെ തന്നെ പൂനെ വൈറ്റിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് ഇത് കണ്ടോ. ചെറിയ പൂക്കളൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞി ഇലകളുമായിട്ട് നിറഞ്ഞു പൂക്കുന്ന ഒരു ടൈപ്പാണിത്. നമുക്കറിയാം ഈ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ മുള്ളുകൾ പോലും ഉള്ളതല്ല, നമുക്ക് കൈകാര്യം ചെയ്യാൻ, നമുക്ക് മുറ്റത്തൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റുകളാണ്. ഇപ്പം നല്ല ഹാങ്ങിങ് പോട്ടിലൊക്കെയാണ് ഇത് നമുക്ക് കിട്ടുന്നത്, ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റും. കണ്ടോ, നിറഞ്ഞ ബുഷായിട്ടാണ് ഈ പ്ലാന്റ്സുകളൊക്കെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ്സ് ആണ്, ഞാൻ കാണിക്കാം. കണ്ടോ ഇതുപോലുള്ള പോട്ടിലാണേ. അതുപോലെ നമ്മുടെ ബ്രിസ പീച്ച് കണ്ടോ, ചെറിയ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടുകൊള്ളുക. പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ്. അപ്പം ആവശ്യക്കാർ പെട്ടെന്ന് മെസ്സേജ് ഇട്ടു, വാട്സപ്പിൽ മെസ്സേജ് ഇട്ട്. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സിംഗപ്പൂർ പിങ്ക്. ഇതിൻ്റെ തൈകളാണേ. തൈകളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെടികളാണ്. നമ്മൾ DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത്. വലിയ പ്ലാന്റ്സ് ഒക്കെയാണെങ്കിൽ നമ്മൾ പെറ്റ്സിൻ്റെ വണ്ടി ഉണ്ടല്ലോ, അതിൽ നമുക്ക് അയച്ചു തരാൻ പറ്റും. അതാകുമ്പോൾ സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ്. നമുക്കിപ്പോൾ ഈസി ആയിട്ട് പെറ്റ്സിൻ്റെ വണ്ടിയിലും വലിയ പ്ലാന്റ്സുകളൊക്കെ ഒരു കേടും കൂടാതെ സേഫായിട്ട് അയച്ചു തരാൻ പറ്റും. ഇതാണ് ചില്ലിയുടെ വൈറ്റ് പ്ലാന്റ് കണ്ടോ. ചില്ലിയുടെ വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട് കണ്ടോ. ചില്ലിയുടെ വൈറ്റ് സൂപ്പർ പ്ലാന്റ്സുകളാണേ. അതുപോലെ ഇതാണ് നമ്മുടെ ഗോൾഡൻ യെല്ലോ ഇല്ലേ,
ആ ബിഗ് പ്ലാന്റ് ഞാൻ കാണിച്ചു, അതിൻ്റെ തൈകളുണ്ട്. കണ്ടോ, ഗോൾഡൻ യെല്ലോ നിറഞ്ഞു പൂക്കുന്ന പ്ലാന്റ്സ് ആണ്. പിന്നെ നമ്മുടെ സൺറൈസ് പ്ലാന്റ് ഉണ്ട്, കണ്ടോ, അതും ഇതുപോലെ നിറഞ്ഞു പൂക്കുന്നതാണേ. പൂനെ വൈറ്റിൻ്റെ സാധാ കണ്ടോ പ്ലാന്റ്സുകളുണ്ട്. പിന്നെ നമ്മുടെ ഫൈറോപ്പാൽ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതിയേ. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടുള്ള ഗാർഡൻ നമുക്ക് ഈ പ്ലാന്റ്സ് വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ഭംഗിയാന്ന് നോക്കി, നമ്മുടെ മനസ്സിൽ നല്ല സന്തോഷം തരുന്ന പ്ലാന്റ്സുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് ബുഷായിട്ട് വളർത്തണമെങ്കിൽ നമ്മളൊരു ചെറിയ തൈ വെക്കുമ്പോൾ മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന പ്ലാന്റ്സ് ആയാലും നമ്മൾ നട്ടുപിടിപ്പിക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിലും ഒരു ചെറിയ കമ്പ് നമ്മൾ കുഴിച്ച് വെച്ച് അതിനെ നമ്മൾ പിടിപ്പിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം നമ്മളൊരു കവറിലോ ചെറിയ പോട്ടിലോ അങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമുക്ക് വളമുള്ള മണ്ണിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ കിളിച്ച് വരുന്ന ഒരു പ്ലാന്റ്സിനെ നമുക്ക് മണ്ടയൊക്കെ ഒന്ന് നുള്ളി കൊടുക്കണേ. അങ്ങനെ മണ്ടയൊക്കെ നുള്ളി കൊടുത്ത് അതിനെ ഒന്ന് ബുഷാക്കി കൊണ്ടുവരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഇതുപോലെ കണ്ടോ ചട്ടിയിൽ നിറഞ്ഞ് നമുക്ക് അതുപോലെ ഹാങ്ങിങ് ആയിട്ട് വളർത്താം, അല്ല ചട്ടികളിൽ ഡയറക്റ്റ് വളർത്താം. എങ്ങനെ വളർത്തിയാലും ബുഷായിട്ട് നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റ്സ് കണ്ടോ, ബ്രിസയുടെ ലാവൻഡർ കളറിലെ ഒരു പ്ലാന്റ്സ് ആണ്, നിറഞ്ഞു പൂക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന പൂക്കളെയൊക്കെ ഒന്ന് നമ്മൾ നുള്ളിയൊക്കെ കട്ട് ചെയ്തൊക്കെ കളയണേ. പിന്നെ ഇതുപോലൊക്കെ വരുന്ന ഇതുപോലെ കണ്ടോ നാമ്പുകളൊക്കെ വരുമ്പോഴല്ലോ ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് നമ്മൾ നിർത്തണം. അങ്ങനെ നിർത്തുമ്പോഴാണ് പ്ലാന്റ്സിന് വീണ്ടും ഇതുപോലെ ചെറിയ ചെറിയ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്ലാന്റ്സ് ആണെങ്കിലും കണ്ടോ ഇങ്ങനെ ചില്ലിയുടെ നീണ്ടു പോയേക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് എല്ലാ സൈഡിൽ നിന്നുള്ള കൊമ്പുകളെ നമ്മളൊന്ന് കട്ട് ചെയ്ത് നിർത്തുമ്പോൾ അതിന് വീണ്ടും ബ്രാഞ്ചസ് വന്നിട്ട് നല്ല ബുഷാവും. അപ്പോൾ ചെടി നല്ല വണ്ണം വയ്ക്കുകയും ചെയ്യും, അതിൻ്റെ ചുവടിന് നല്ല വണ്ണം വയ്ക്കുകയും ചെയ്യും, ധാരാളം ശിഖരങ്ങൾ വരും. അങ്ങനെ ബുഷായിട്ട് ചുറ്റും ഇലകൾ തണ്ടുകൾ വന്ന് ശാഖകൾ വന്ന് ചെടിയൊന്ന് ബുഷായിട്ട് നിറയെ പൂക്കും. അപ്പം നമുക്കറിയാം പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമാണ് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാണല്ലോ. ആ ചെടി വളർന്നു വരുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ അങ്ങനെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കും, നിറയെ പൂവിടും. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് ബ്ലൂമിംഗ് ഒക്കെ കഴിയാറായി. അടുത്ത സെക്കൻഡ് ബ്ലൂമിങ്ങിലേക്ക് നമ്മുടെ ചെടിയൊക്കെ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുണ്ടല്ലോ ചില പൂക്കളൊക്കെ ഉണ്ടല്ലോ, പർപ്പിൾ ക്യൂനെ അതുപോലെ ചില പ്ലാന്റ്സിൻ്റെ ഒക്കെ പൂക്കൾ ഇങ്ങനെ പോകത്തില്ല. അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തൊക്കെ കൊടുക്കണേ. അതിനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയാണല്ലോ അത് വീണ്ടും പെട്ടെന്ന് തന്നെ അതിന് മൊട്ടുകൾ വരും. അപ്പം നമ്മൾ അതിനെല്ലാം അങ്ങനെയുള്ള പ്ലാന്റ്സുകളെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണേ. പൂക്കളൊക്കെ ഉണങ്ങി നിൽക്കുന്ന പൂക്കളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ പെട്ടെന്ന് അതിന് അടുത്ത മൊട്ടുകൾ വന്നിട്ട് സെക്കൻഡ് ബ്ലൂമിങ്ങിലേക്ക് ചെടിയെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് നമ്മളതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് പിന്നെ അതിന് ചുവട്ടിൽ നമ്മൾ ഫസ്റ്റ് ബ്ലൂമിങ്ങിന് ഏത് വളമാണോ കൊടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള വളങ്ങൾ നമുക്ക് സെക്കൻഡ് ബ്ലൂമിങ്ങിന് കൊടുക്കാം. ആദ്യം നമ്മൾ പൊട്ടാഷ്യം ഡാപ്പും കൊടുത്തെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫാക്ടംഫോസ് കൊടുക്കാം. ഞാൻ ഓരോ വളങ്ങളും നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫാക്ടംഫോസ് ആണ് കൊടുത്തതെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് NPK വേണമെങ്കിലും കൊടുക്കാം. അങ്ങനെ നമുക്ക് കുറേ വളങ്ങളുണ്ട്. NPK നല്ലതാണ്, ഫാക്ടംഫോസ് നല്ലതാണ്, ഡാപ്പ് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഈ പൂക്കാൻ വേണ്ടി നല്ലതാണ്. ഇലകളൊക്കെ കാണാത്ത പോലെ നിറഞ്ഞ് നമ്മുടെ ചെടികൾ പൂക്കാനായിട്ട് ഡാപ്പ് ബെസ്റ്റ് വളമാണ്. സെക്കൻഡ് ബ്ലൂമിങ്ങിന് നമുക്ക് ഡാപ്പ് യൂസ് ചെയ്യാമേ. നിങ്ങൾ ഏത് വളമാണോ ആദ്യം കൊടുത്തത് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കൊടുത്ത ഏത് വളമാണോ അതൊന്ന് മാറ്റി കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പം ഇവിടെ ഇന്ന് കൊടുക്കുന്നത് ഡാപ്പാണ്. ഞാൻ കാണിച്ചു തരാം. അത് ഡാപ്പിൻ്റെ കൂടെ വേറെ ഏത് വളമാണ് കൊടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. കണ്ടോ ഈ ചെടി കണ്ടോ എന്ത് ഭംഗിയായിരിക്കും നോക്കി. കണ്ടോ ബ്രിസ പീച്ച് കണ്ടോ എന്ത് ഭംഗിയുള്ള പൂക്കളാന്ന് നോക്കി. പിന്നെ നമ്മുടെ ചെടി ബുഷാകാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെറിയ ഒരു കമ്പിനെ നമ്മൾ കുഴിച്ചു വെച്ച് അത് നമുക്ക് പിടിച്ചു കിട്ടി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നെന്ന് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ വളമുള്ള മണ്ണിലേക്ക് അതിനെ മാറ്റി കൊടുക്കുന്നു. അന്നേരവും നമ്മളൊരു ചെറിയ പോട്ടിലായിരിക്കാം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളൊരു വലിയ പോട്ടിലോട്ട് ഇച്ചിരി കൂടെ പോട്ടി മിക്സ് ഒക്കെ നിറച്ച് നല്ല ഒരു പോട്ടിലോട്ട് അതിനെക്കാട്ടിൽ അതിൻ്റെ നെക്സ്റ്റ് സൈസ് അടുത്ത സൈസ് പോട്ടിലോട്ട് നമ്മൾ ആ ചെടിയെ ഒന്ന് മാറ്റി നട്ടുപിടിപ്പിക്കണം. അപ്പോഴാണ് ആ ചെടി നല്ല കരുത്തോടെ വളരുന്നത്. നമുക്കറിയാം ചെറിയ പോട്ടിലിരിക്കുമ്പോൾ കുറച്ച് വളവും മണ്ണും ഒക്കെ ഉള്ളൂ. അതെല്ലാം വലിച്ചെടുത്ത് കഴിയുമ്പോൾ അതിന് പിന്നെ വളരാൻ പറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് വളവും
ഉള്ള മണ്ണൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ ആ പോട്ടി മിക്സ് ഒന്ന് മാറ്റി വേറൊരു വലിയ പോട്ടിലോട്ട് നമ്മൾ ആ ചെടിയൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചെടിയെ പ്രൂണിങ്ങും കൊടുക്കുമ്പോഴാണ് ചെടി ബുഷാകുന്നത്. ഇതുപോലെ ബുഷായിട്ട് വളർന്നു വരും കേട്ടോ. ഇലകളുടെയൊക്കെ പച്ചപ്പ് കണ്ടില്ലേ. നമുക്ക് ഈ ചെടി മാത്രമൊന്നും അല്ല കേട്ടോ, ഞാൻ നിങ്ങളിപ്പോൾ കുറച്ച് ചെടി മാത്രമാണ് കാണിക്കുന്നത്. നമ്മളെ ഒത്തിരി ചെടികൾ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടില്ലേ, ഇവിടെ എല്ലാം കുറച്ച് നമ്മൾ ചെടികളുണ്ട്. നമ്മൾ മഴയൊക്കെ വന്നപ്പോൾ കുറച്ച് ചെടിയൊന്ന് മാറ്റി കണ്ടോ. നമ്മുടെ ചെടികളൊക്കെ ഇവിടെ എല്ലാം കുറച്ച് ഇരിപ്പുണ്ട്. വൈറ്റ് ബ്യൂട്ടി കണ്ടോ, എന്ത് ഭംഗിയുള്ള ചെടിയാന്ന് നോക്കി. ഇതെല്ലാം ഇവിടെ വേറെ കുറേ പ്ലാന്റുകളുണ്ട്. ഇതാണ് ഫാക്ടം ഫോസ് കണ്ടോ. ഫാക്ടം ഫോസ് കണ്ടില്ലേ, ഇതുപോലെ തരിയാണ്. ഡാപ്പും ഇതുപോലെ തരിയാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ NPK കണ്ടോ, പിങ്ക് പൗഡറാണേ. പൊട്ടാഷ് കണ്ടോ, ഓറഞ്ച് കളറാണ്. അപ്പോൾ നമുക്ക് ഡാപ്പ് എൻ്റെ കട്ടിയായി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അത് ഇച്ചിരി ഓപ്പണായിട്ട് ഇരുന്നിട്ട് അത് പെട്ടെന്ന് കട്ടയാവുമേ. അപ്പോൾ നമ്മളെപ്പോഴും എടുത്തതിന് ശേഷം നമ്മളൊരു ഡബ്ബയിലൊക്കെ ഇട്ട് ടൈറ്റായിട്ട് നമ്മൾ അടച്ചു സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ തരിയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചെടിക്ക് ഇത്രയും വെച്ച് വേണമെങ്കിലും ഇടാമേ. അപ്പോൾ നമുക്കൊരു 1 ലിറ്റർ വെള്ളത്തിന് ഇത്രയും ഡാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ ഫാക്ടം ഫോസ് യൂസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ, ഫാക്ടം ഫോസും ഡാപ്പും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫാക്ടം ഫോസിൻ്റെ കൂടെ പൊട്ടാഷ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് NPK യൂസ് ചെയ്യാം. ഡാപ്പിൻ്റെ കൂടെ ഈ പറഞ്ഞതുപോലെ ഇതാണെങ്കിലും NPK ആണെങ്കിലും യൂസ് ചെയ്യാം, പൊട്ടാഷ്യം യൂസ് ചെയ്യാം. ഞാനിങ്ങനെ മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാപ്പും NPKയും കൂടെയാണേ. അപ്പം NPK ആണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ വേണ്ട ഒരു 5 ഗ്രാം ചെറിയ സ്പൂണിനാണ്. ഇതിപ്പോൾ വലിയ സ്പൂണാണ്. ഇതിൽ കണ്ടോ, ഇത്രയൊക്കെ മതി കണ്ടോ, ഇത്രയും മതിയേ. ചെറിയ സ്പൂണിലൊരു സ്പൂണ്. 1 ലിറ്റർ വെള്ളത്തിനാണേ. അല്ല നമുക്ക് പൊടിയായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ചെടിയുടെ ചൂടൊന്ന് നനച്ചിട്ട് നമുക്കൊരു കുഴിയെടുത്ത് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് വാട്ടർ സോളുബിൾ ആണേ. പൊട്ടാഷ് ആണെങ്കിലും NPK ആണെങ്കിലും ഫാക്ടം ഫോസ് ഇതെല്ലാം നമുക്ക്. പിന്നെ ബ്ലാക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡാപ്പേ. അതെല്ലാം നിറയെ പൂക്കളുണ്ടാകാൻ നല്ലതാണ്. നമുക്ക് NPK ഒക്കെ ആണെങ്കിലും പൂക്കളുണ്ടാവാത്ത ചെടികളുടെ ഇലകളിലും തണ്ടുകളിലും ഒക്കെ നമുക്ക് ഇത്ര എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് സ്പ്രെയർ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നിറയെ പൂക്കളുണ്ടാവും. അത് പൊട്ടാഷ് ആണെങ്കിലും അതുപോലെ ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് കണ്ടോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ. പൂക്കളിൽ സ്പ്രേ ചെയ്യരുത്, ഇലകളിലും തണ്ടുകളിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇല കാണാത്ത പോലെ പൂക്കളുണ്ടാവുമേ. അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണം ഓൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.